വന്ദേ ഗുരുപരമ്പര. പ്രിയരെ, നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുച്ചിപ്പുടിയിലെ ഖണ്ഡജാതി അടവുകളാണ്. കുച്ചിപ്പുടിയിലെ അടവുകൾ തരംതിരിച്ചിരിക്കുന്നത് 5 ജാതികളിലായിട്ടാണ്. ചതുരസ്രം, തിസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. അതിലെ ഖണ്ഡജാതി, ഖണ്ഡം എന്ന് പറയുന്നത് 5 അക്ഷരകാലമാണ്. ത ക ത കി ട, തക്ക തക്കിട്ട തക്ക തക്കിട്ട. ഇത്തരം ചൊല്ലാണ് ഖണ്ഡത്തിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഖണ്ഡജാതി അടവുകൾ പരിചയപ്പെടാൻ നമ്മുടെ ഒപ്പം ഉള്ളത് പൗർണമി ലാൽ. നമസ്തേ പറയൂ. പ്രദീപ് നീലാംബരി, ആർദ്ര എം ആനന്ദ്. അപ്പോൾ നമുക്ക് ഖണ്ഡജാതി അടവുകളിലേക്ക് പോവാം. ഇതിൻ്റെ ചൊല്ല് വരുന്നത് തോ ദിമ്മി തോ ദിമ്മി തോം, തദ്ദിന്ദക്ക തോ ദിമ്മി തോ ദിമ്മി തോം. പറയൂ. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ദിമ്മി തോ ദിമ്മി തോം, തോ ദിമ്മി തോ ദിമ്മി തോം. ത അല്ല, തോ ദിമ്മി തോം, തദ്ദിന്ദക്ക തോ ദിമ്മി തോം, തദ്ദിന്ദക്ക തക്ക തക്കിട്ട തക്ക തക്കിട്ട താം. ഓക്കെ. ഇതിലെ ആദ്യത്തെ അടവിൻ്റെ കാലുകൾ വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. ആദ്യം 2 സൈഡിലേക്കും ചാടുകയാണ് ചെയ്യേണ്ടത്. പൗർണമി ഒന്ന് കാണിക്കൂ. അല്ല, കൈ വേണ്ട, കാല് മാത്രം. ആ തുണി ഒന്ന് പൊക്കിക്കോളൂ, ആൾക്കാർക്ക് കാണണ്ടേ. ചെയ്യൂ. തോ ധിമ്മി തോം, തദിന്ദക്ക. മനസ്സിലായില്ലേ? വലതുകാല് എടുത്തു വെച്ച് ഇടതുകാല് നീട്ടി വയ്ക്കണം, നന്നായി നീട്ടി വയ്ക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ ഒരു ഛായ വരും. നന്നായി നീട്ടി വെച്ചാലേ കുച്ചിപ്പുടിയിലെ ഛായ വരുള്ളൂ. കാണിക്കൂ നീലു. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോം, തദ്ദിന്ദക്ക തോ ദിമ്മി തോം. ആർദ്ര. തോ ദിമ്മി തോം, തദ്ദിന്ദക്ക തോ ദിമ്മി തോം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 3 പേരും കൂടി കാല് മാത്രം ഒന്ന് ചെയ്യും. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ദിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം. ഓക്കെ. കൈയും വളരെ എളുപ്പമാണ്. നമ്മൾ കടകാമുഖം തോ ദിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം. കാണിക്കൂ, കൈ മാത്രം. 3, 4. തോ ദിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം. തോ ദിമ്മി തോം. അയ്യോ, ഈ മുദ്ര ഹംസാസ്യാണ് കേട്ടോ. നാട്യശാസ്ത്രപ്രകാരം ഭരതനാട്യത്തിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് കടകാമുഖം എന്ന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ കൈ മാത്രം നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ദിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം. ഇനി കൈയും കാലും കൂടെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ദിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം. തോ ദിമ്മി നീല് നിർത്തിയല്ലോ, ചെയ്തോളൂ. തോ ദിമ്മി തോം. രണ്ടാമത്തെ അടവ് കുറച്ച് മൂവിങ് ഉള്ള അടവാണ്. അപ്പോൾ നമുക്ക് കുറച്ചിങ്ങോട്ട് നീങ്ങിക്കാം. നീങ്ങി നിന്നോ. അത് കാല് മാത്രം കാണിച്ചോളൂ. പൗർണമി എങ്ങനെ? കാല് ബാക്കിൽ സ്വസ്തികത്തിലാണ് പോകുന്നത്. തോ ധിമ്മി തോം. ഈ സ്വസ്തികത്തിൽ നിന്നിട്ട് തന്നെ നമ്മൾ കാല് ചേഞ്ച് ചെയ്യാതെ കറങ്ങാം. തദിന്ദക്ക. എങ്ങനെയാണ്? കാണിച്ചേ. 2, 3, 4. തോ ധിമ്മി തോം, തദിന്ദക്ക തോ ദിമ്മി തോം, തദിന്ദക്ക.
അപ്പോൾ നമ്മുടെ ബോഡി ഉയരാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് താഴാതെ ഈ മണ്ഡല പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് കറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു അഭംഗി അനുഭവപ്പെടും. കാല് മാത്രം ചെയ്യാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിം തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക. ഇത് നന്നായിട്ട് സ്ഥലമെടുത്ത് ചെയ്യേണ്ട ഒരു അടവാണ്. ഇപ്പം 3 പേരും കൂടി ക്യാമറയുടെ മുന്നിലാവുമ്പോൾ സ്ഥല പരിമിതിയുണ്ട്. അപ്പോൾ ആർദ്രയും ആർച്ചിയും രണ്ടും ആ കുട്ടിയുടെ പേരാണ്. ഈ ആർദ്രയും ആർച്ചിയും കൂടിയിട്ട് ആർജിയായി. ക്ഷമിക്കുക. ആ കയറി നിൽക്കുക. ചെയ്തോളൂ. നന്നായി സ്പേസ് എടുത്തിട്ടൊന്ന് ചെയ്തേ. ആർച്ച മാത്രം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ദിമ്മി തോ ദിമ്മി തോം തദിന്തക്ക തോ ദിമ്മി മൂവി തോം തദിന്തക്ക തോ ദിമ്മി തോ ദിമ്മി തോം തദിന്തക്ക തോ ദിമ്മി തോ ദിമ്മി തോം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കൈ നോക്കാം നമുക്ക്. കൈ എന്താ? തോ ധിമ്മി ചെയ്തോളൂ. തോ ധിമ്മി തോ ധിമ്മി തോം. പിന്നെ ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് നിവർത്ത, എന്നിട്ട് ചുറ്റി തിരിയുക. എങ്ങനെയാണ്? തോ ധിമ്മി തോ ധിമ്മി തോം ത ധിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം ത ധിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം ത ധിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം ത ധിന്തക്ക. അപ്പോൾ കൈയും കാലും കൂടിയിട്ട് നമുക്ക് നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം. നീല് മാത്രം ചെയ്യൂ നോട്ടെ. 2 3 4. തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക. അത്രേ ഉള്ളൂ. വാ ചെയ്യാം. അപ്പോൾ നമുക്ക് കയ്യും കാലും ഒരുമിച്ച് ചെയ്യാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക. അടുത്ത അടവ് ഏതാണ്? അടുത്ത അടവ് ആദ്യത്തെ അടവ് പോലെ 2 വശത്തിലേക്കും ചാടി പിന്നെ ഫ്രണ്ടിലേക്ക് ചാടി ഭ്രമരി കറങ്ങുക. എങ്ങനെയാണ്? കാല് മാത്രം കാണിക്കൂ. കാണിച്ചോളൂ 3 പേരും കൂടിയിട്ട്. തക്ക തക്കിട്ട തക്ക തക്കിട്ട വലത്തോട്ട് ഇടത്തോട്ട് മുന്നോട്ട് കറക്കം. പിന്നെ ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് കറക്കം. മനസ്സിലായല്ലോ? ചെയ്യാം. കാല് മാത്രം ചെയ്യാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട വലത്തോട്ട് ഇടത്തോട്ട് മുന്നോട്ട് കറക്കം. വലത്തോട്ട് ഇടത്തോട്ട് മുന്നോട്ട് കറക്കം. കറങ്ങുമ്പോൾ കാല് ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഈ ചൊല്ലിൻ്റെ ഒപ്പം നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിന്തക്ക. മുന്നിലേക്ക് പോയി പിന്നിലേക്ക് പൊക്കോളൂ 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 പൊക്കോളൂ. ആ കൈ എങ്ങനെയാണ്? തോ ധിമ്മി വലത്തോട്ട് ഇടത്തോട്ട് പിന്നെ സൈഡ് തിരിഞ്ഞ് മുന്നിലോട്ട് പിന്നെ റൗണ്ട്. ഇടത്തോട്ട് വലത്തോട്ട് മുന്നിലോട്ട് റൗണ്ട്. അപ്പോൾ കൈയും കാലും ഒരുമിച്ച് നോക്കാം.
തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. ഇനി മുന്നോട്ട് വന്നത് മുന്നോട്ട് ചാടി നമ്മൾ എന്ത് ചെയ്യും? മുഴുമണ്ഡലം ഇരിക്കും. മുഴുമണ്ഡലം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് ചാടി മുഴുമണ്ഡലം ഇരുന്ന് വലത് കാല് തട്ടി ഇടത് കാല് മടക്കി തിരിയണം. പിന്നെ ഇടത് ഭാഗത്തേക്ക് ചാടിയിരുന്ന് എഴുന്നേറ്റ് ഇടത് കാല് തട്ടി വലത് കാല് മടക്കി തിരിയണം. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും. അത് മൊത്തത്തിലൊന്ന് കാല് മാത്രം മാർച്ച കാണിക്കൂ. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക. അങ്ങട്ടല്ല, തോം തദിന്തക്ക. ഇങ്ങോട്ടാണ് തിരിയുക. വലത് കാല് തട്ടിയിട്ട് ഇടത് കാല് ഉയർത്തിയിട്ടാണ് ആദ്യം കറങ്ങേണ്ടത്. തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. ഇതിൻ്റെ കൈ വരുന്നത് എങ്ങനെയാണ്? കൈ തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. ഒന്നുകൂടി ചെയ്യാം. തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. അപ്പോൾ കൈയും കാലും ചേർത്ത് നമുക്കൊന്ന് ചെയ്യാം. തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. ആഹാ. അപ്പോൾ നമ്മളുടെ എത്ര അടവാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഒന്ന് തോ ധിമ്മി ഫസ്റ്റ് നമ്മൾ പഠിച്ചത് തോ ധിമ്മി തോം ഒന്ന്. രണ്ടാമത്തെ തോ ധിമ്മി തോം തദിന്തക്ക. മൂന്നാമത്തെ തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം തദിന്തക്ക. നാലാമത്തെയാണ് ഇപ്പോൾ ചെയ്തത്. അഞ്ചാമത്തെ ഏതാണ്? തോ ധിമ്മി. അത് ഇടത് കാലാണ് ആദ്യം തട്ടുന്നത്. ചാടി അതൊന്ന് തട്ടി വലത് കാല് സൂചിപാദം വയ്ക്കുക. വലത് കാല് ചാടി തട്ടി ഇടത് കാല് സൂചിപാദം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു പൊസിഷനിൽ ഇരിക്കേണ്ടി വരും. കാണിക്കൂ. ആ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവില്ല. അത് കാല് മുട്ട് രണ്ടും ചേർത്ത് വെച്ച് ഒന്ന് കുനിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ ആ അടവ് പ്രയോഗിക്കാൻ. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഭംഗി അതിന് കിട്ടുള്ളൂ. കാല് മാത്രം ചെയ്യാം. ചെയ്തോളൂ. നീലു ബാ നമുക്ക് ചെയ്യാം. തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം. ഇത് കൈയൊക്കെ പിടിച്ച് ചെയ്യാൻ നല്ല രസമുണ്ടായിരിക്കും അല്ലേ? ഒന്ന് കൈ പിടിച്ച് ചെയ്യാം. തക്ക തക്കിട്ട തോ ധിമ്മി തോം തദിന്തക്ക തോ ധിമ്മി തോം. കൈകൾ ഈ പൊസിഷനിലാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് ഇടുന്നത്. ഫുള്ളായിട്ട് ഓപ്പൺ അല്ല, ഫുള്ളായിട്ട് കമഴ്ത്തിയിട്ടുമല്ല, ഒരു പ്രത്യേക പൊസിഷനിൽ ഈ റിസ്റ്റ് ചെറുതായിട്ട് വളച്ച് ഇവിടെ ഒന്ന് വളച്ചോളൂ. എന്നാലേ ഭംഗി കിട്ടുള്ളൂ. ശരീരത്തിന് ഇണങ്ങുന്ന വിധത്തിൽ കൈ വളച്ച്, പിന്നെ ബെൻഡ് വരുന്നത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് ബെൻഡ്. ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു പോസ്റ്ററാണത്. കൈ മുഖം മറയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖം മറഞ്ഞു പോകും. ഇവിടെ നിന്ന് ഇവിടേക്ക്. അപ്പോൾ ചെയ്യാം. നമുക്ക് കൈകളും കാലുകളും ചേർത്ത് നമുക്ക് ചെയ്യാം. തക്ക തക്കിട്ട അരമണ്ഡലമല്ല,
തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം ദക്ക തോ ധിമ്മി തോ ധിമ്മി തോം തോ ധിമ്മി. മുഖം മറിയരുത്, മുഖത്തൂടെ പോവരുത്, നമ്മുടെ നെഞ്ചിലൂടെ പോകണം. ഇങ്ങനെ മുഖത്തുകൂടെ പോയി കഴിഞ്ഞാൽ മുഖം മറിഞ്ഞു പോകുമ്പോൾ അതൊരു അഭംഗിയാണ്. തോ ധിമ്മി തോ ധിമ്മി, മുഖം മറിയാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 അടവുകളാണ് പഠിച്ചത്. ഇനി ഖണ്ഡജാതിയിൽ 4 അടവുകൾ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ഈ അടവുകളെല്ലാം പഠിക്കുക, ആനന്ദത്തോടെ നൃത്തം ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും പങ്കുവയ്ക്കുക. എന്നും നമ്മളോട് ഒപ്പമുണ്ടാകുക. സ്നേഹവും സന്തോഷവും ആനന്ദവും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. ആർദ്ര, പ്രദീപ്, പൗർണമി, നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട നടനോപാസകൻ കണ്ണൻ. വന്ദേ ഗുരുപരമ്പര.